തൊഴിലുറപ്പ് പദ്ധതി വേണമോ വേണ്ടവയോ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം, നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ നോട്ടിഫൈയിങ് പവർ പഞ്ചായത്തിൽ നിന്നും എടുത്തു മാറ്റി കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായിരിക്കും അതിന്? ഇത് അധികാര വികേന്ദ്രീകരണമാണോ? പഞ്ചായത്തുകൾ തീരുമാനിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷനോട് തീരുമാനിക്കുമെന്ന് പറയുന്നത് ഏത് അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്താനാണ്? പിന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് ഇപ്പോൾ നിലവിലുണ്ട്, സോഷ്യൽ ഓഡിറ്റിംഗ് ആവാം. പക്ഷേ ഈ പാവപ്പെട്ട ഇവിടെ ഇരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്ത് തഴമ്പിച്ച കൈയുമായി ബയോമെട്രിക് എടുത്ത് മാത്രമേ ഇനി പോകാൻ പറ്റൂ എന്ന് പറയുന്നത് മലമ്പ്രദേശങ്ങളിൽ, ഗിരിപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ പദ്ധതിയിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ലേ? ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, വരൾച്ചാ കാലഘട്ടങ്ങളിൽ, മഹാമാരി വരുന്ന സമയങ്ങളിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ നിലനിർത്തിയിരുന്ന ഈ മഹത്തരമായിട്ടുള്ള തൊഴിൽദാന പദ്ധതിയെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കാനുള്ള RSSന്റെ ഗെയിം പ്ലാനാണിത്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് മാത്രമല്ല, ഗാന്ധിയുടെ ആശയത്തെ, രാമസ്വരാജ്യം എന്ന സങ്കല്പത്തെ, ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നിർവീര്യമാക്കുന്ന ഒന്നാണിത്. ഇത് പാർലമെന്റിൽ വലിയ ചർച്ചയിലാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആ ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള UDF അംഗങ്ങൾ അഭിമാനകരമായി എല്ലാ MP മാരും പ്രായഭേദം മറന്ന് നമ്മുടെ ബെന്നിയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഷാഫി പറമ്പൻ ഡെസ്കിന്റെ മുകളിൽ കയറി, ഹൈബീഡനും ഷാഫി പറമ്പനും നമ്മളെ ഡെസ്കിന്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞാൽ ഡീൻ കുര്യാക്കോസും ഡെസ്കിന്റെ മുകളിൽ കയറുന്ന അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. അത്രയേറെ ഹൃദയവേദന ഉണ്ടാകുമായിരുന്നു ആർക്കും. ആ നിയമം പാസ്സാക്കുന്ന ബില്ല് ഞങ്ങൾ അവരോട് കെഞ്ചി യാചിച്ചു, നിങ്ങളിത് പൊതുജനാഭിപ്രായത്തിന് വിടൂ, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടൂ, ഒരു ചർച്ചയാകട്ടെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പാർലമെന്ററി ഡെമോക്രസി അതാണല്ലോ, ചർച്ചയാകട്ടെ. ഇത് നാഗ്പൂരിൽ നിന്ന് പാസ്സാക്കാൻ തീരുമാനിച്ച ഈ കാര്യം പാസ്സാക്കിയേ അടങ്ങൂ. ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല, ഇത് പാസ്സാക്കിയേ അടങ്ങൂ എന്നുള്ള തീരുമാനമാണ്. ഗാന്ധിജിയുടെ പേര് മാറ്റാനുള്ള